ബാക്ക് ടു കോമേഴ്സ് ഫാമിലി. അപ്പൊ നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് 9ാമത്തെ ചാപ്റ്റർ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. അതായത് കാണുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ആ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. പക്ഷെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതുപോലെ തന്നെ നല്ല വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ആണ്. എപ്പോഴും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ വളരെയധികം കൺസിഡർ ചെയ്യേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ. Niranjan is appointed as a finance manager of a newly established company in Kochi. What are the factors he should consider for determining fixed capital requirement of the company? Okay, 8 മാർക്കിനുള്ള എസ് എ ക്വസ്റ്റ്യൻ ആണ് ഇത്. വളരെ സൂക്ഷിച്ചും കണ്ടും എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ എസ് എ ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് എഴുതാനുണ്ട് അല്ലെ. എസ് എ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ എന്താണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് എഴുതിക്കൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും, കുറച്ചുകൂടി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ലോങ് ടേം ഫണ്ട്സിനെയാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് ഫിക്സ്ഡ് അസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിനല്ല ഈ ഒരു ഫിക്സ്ഡ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഫിക്സഡ് ആണ് അവിടെ അല്ലെ. ഒരുപാട് കാലത്തേക്ക്, അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ലോങ് ടേം ഫണ്ട്സിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എന്താണ്, ഒരു കമ്പനിയുടെ ഫിക്സ്ഡ് ക്യാപിറ്റൽ എത്ര വേണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യാനുണ്ട്, കൺസിഡർ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്താന്നുള്ളത്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്താന്നുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 8 പോയിന്റ്സ് ആണ് ഇവിടെ എഴുതാനായിട്ടുള്ളത്. അപ്പൊ എസ് എ ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്ക് എഴുതിയാലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക. ആ 8 പോയിന്റ്സും ആദ്യം തന്നെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾ നോക്കുന്ന സമയത്ത് ഈ കുട്ടി ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, എല്ലാം വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ വരും. ഓക്കെ, അപ്പൊ ആദ്യം ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്താണെന്ന് എഴുതാം. അത് കഴിഞ്ഞ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എഴുതി 8 പോയിന്റ് ഔട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ്, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 പോയിന്റ്സ് ഒന്നും ഓർമ്മ വരില്ല അല്ലെ. പക്ഷെ എന്ത് ചെയ്യുക, 8 പോയിന്റ്സിനുള്ള സ്ഥലം അവിടെ വിട്ടിട്ട് ഓരോന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഈ 2 പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാനുള്ളത് 8 പോയിന്റ്സ് ആണ്. നോക്കാം അല്ലെ, എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ നേച്ചർ, ഒരു പ്രകൃതം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഒരു വലിയൊരു ബിസിനസ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെന്ന് വിചാരിക്കാം. അവിടെ നമ്മളൊരു ട്രേഡിംഗ് കൺസേണിനേക്കാൾ കൂടുതൽ എന്താവശ്യമാണ്, ഫിക്സ്ഡ് ക്യാപിറ്റൽ ആവശ്യമാണ് അല്ലെ. ട്രേഡിംഗ് കൺസേൺസ് എന്ന് പറയുമ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് അല്ലെ അവിടെ നടക്കുന്നത്. അതിലും കൂടുതൽ സാധനം പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാനുഫാക്ചറിങ് കൺസേണിൽ നടക്കുന്നത്. അപ്പൊ അവിടെ എന്താവശ്യമാണ്, കുറച്ചുകൂടി ഫിക്സ്ഡ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. ഇപ്പൊ ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടാവും. അവിടെ എന്താ ആവശ്യമാണ്, കുറച്ചുകൂടി എന്താണ്, ഫിക്സ്ഡ് ക്യാപിറ്റൽ ആവശ്യമാണ് കമ്പയർഡ് ടു സ്മോൾ സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻ. ആൻഡ് ചോയ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ചില ബിസിനസ് ഓർഗനൈസേഷൻ ക്യാപിറ്റൽ ഇന്റൻസീവ് ഓർഗനൈസേഷൻസ് ആയിരിക്കും, ചില ബിസിനസ് ഓർഗനൈസേഷൻ ലേബർ ഇന്റൻസീവ് ഓർഗനൈസേഷൻസ് ആയിരിക്കും. അപ്പൊ ക്യാപിറ്റൽ ഇന്റൻസീവ് ഓർഗനൈസേഷൻസിലൊക്കെ ലേബർ ഇന്റൻസീവ് ഓർഗനൈസേഷൻസിനേക്കാൾ കൂടുതൽ എന്താവശ്യമാണ്, ഫിക്സ്ഡ് ക്യാപിറ്റൽ, ഫിക്സ്ഡ് അസറ്റുകൾ ആവശ്യമാണ്. മെഷീനറി, അതുപോലെ തന്നെ എന്താണ്, ലാൻഡ്, അങ്ങനെ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ എവിടെ ആവശ്യമാണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ഓർഗനൈസേഷൻസിന് ആവശ്യമാണ്. ആൻഡ് ടെക്നോളജി അപ്ഗ്രഡേഷൻ. ഇപ്പം നമ്മൾ നല്ല അസറ്റ് ഒക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ കുറഞ്ഞ പൈസക്കൊക്കെ എന്താ, നമ്മൾ ക്വാളിറ്റി ഒന്നും നോക്കാതെ പൈസ കുറവിന് റീസണബിൾ പ്രൈസിന് കിട്ടി എന്ന് പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഴയതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്, നല്ല പൈസ ആവശ്യമാണ് അല്ലെ. അതിൽ നല്ല നമ്മൾ എന്ത് ചെയ്താൽ മതി, നല്ല സാധനം ആദ്യമേ വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പഴയതായി പോകുന്ന സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഹയർ ഫിക്സ്ഡ് ക്യാപിറ്റൽ അതിന്റെ റീപ്ലേസ്മെന്റിന് ആവശ്യമായിട്ട് വരും. ആൻഡ് ഗ്രോത്ത് പ്രോസ്പെക്ടസ്. ഹയർ ഗ്രോത്ത് ഒക്കെ ഉള്ള ഓർഗനൈസേഷനിൽ എന്താവശ്യമാണ്, ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ് ആവശ്യമാണ്. ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് എന്താ, അവിടുത്തെ
പരിപാടികൾ മാറും അല്ലെ, അവിടുത്തെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ മാറും. അപ്പൊ അതിനനുസരിച്ച് ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് ഇരിക്കണം. ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ, പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെ, ഒരു കമ്പനിയിൽ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്, കുറേ പ്രൊഡക്റ്റുകൾ, അതിന്റെ ഓപ്പറേഷൻസിൽ കുറേ ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താവശ്യമാണ്, ഫിക്സ്ഡ് ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതൽ ആവശ്യമാണ്. ആൻഡ് ഫിനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ് കമ്പനീസ്, അതായത് കമ്പനീസ് അക്വയറിംഗ് ഫിക്സ്ഡ് അസറ്റ് ഓൺ ഹയർ പർച്ചേസിനും ലീസിലും ഒക്കെ എടുക്കുന്ന കമ്പനീസ് ഉണ്ട് അല്ലെ, എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ബിസിനസ്സിൽ ഓപ്പറേഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ ഹയർ പർച്ചേസ് ലീസ് സിസ്റ്റത്തിനൊക്കെ എടുക്കാറുണ്ട്. അവിടെ എന്താവശ്യമാണ്, അവിടെ നമ്മൾ കമ്പയർഡ് ടു നമ്മൾ സ്വന്തമായിട്ട് ക്യാഷ് പർച്ചേസ് നടത്തുകയാണെങ്കിൽ, നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും നമ്മൾ ലീസ് സിസ്റ്റത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ളത് അല്ലെ. ലെസർ എമൗണ്ട് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആസ് അഗെയിൻസ്റ്റ് ക്യാഷ് purchase. And last one, level of collaboration. ഒരു എന്റർപ്രൈസ് മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷന്റെ, മറ്റുള്ള ബിസിനസ് ഫേംസിന്റെ ഒക്കെ സാധനങ്ങൾ കൊളാബറേഷൻസ് വഴി, അതായത് അവര് മറ്റുള്ള സ്ഥാപനങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഫിക്സ്ഡ് ക്യാപിറ്റൽ വളരെ കുറച്ച് മതി അല്ലെ. സാധനങ്ങൾ മറ്റുള്ളവരുടെയാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാങ്ക് മറ്റുള്ള ബാങ്ക്സിന്റെ ATM യൂസ് ചെയ്യാണ്, അതുപോലെ തന്നെ ഷെയറിംഗ് മൊബൈൽ ടവേഴ്സ്, അങ്ങനെയുള്ള കമ്പനീസിനൊക്കെ ഫിക്സ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പയർഡ് ടു അതർ ഫേംസ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് വളരെ ടഫാണ്, ഇത് നമുക്ക് പഠിക്കണ്ട, സ്കിപ്പ് അടിച്ച് വിടാമെന്ന് വിചാരിക്കും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാവുന്നത്, ഈശ്വര ഇതാണല്ലോ ഞാൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്, ഇത്രയും ഈസി ആയിട്ടുള്ള സാധനം ഞാൻ എന്തിനാ സ്കിപ്പ് അടിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാം. ഓക്കെ.